ഒരു വാഹനത്തിന്റെ ടെക്നോളജിയും ഡ്രൈവർ എക്സ്പീരിയൻസും നിർണ്ണയിക്കുന്നത് അതിന്റെ മാനുഫാക്ചേഴ്സ് മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ കോമ്പണന്റ് കമ്പനികൾക്കും വലിയ പങ്കുണ്ട്. അത്തരത്തിൽ ഒരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ കാണുന്ന ഇൻഫർമേഷൻ മുതൽ വിവിധ സിസ്റ്റംസിനെ കൺട്രോൾ ചെയ്യുന്ന കോമ്പണന്റ്സ് വരെ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുണ്ട്. അതാണ് പ്രിക്കോൾ ലിമിറ്റഡ്. 1974 കോയമ്പത്തൂരിൽ ആരംഭിച്ച പ്രിക്കോൾ ഇന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ്, സെൻസേഴ്സ്, കണക്റ്റഡ് വെഹിക്കിൾ സൊല്യൂഷൻസ്, പമ്പ്സ്, സ്വിച്ചസ് തുടങ്ങി നിരവധി ഓട്ടോമോട്ടീവ് കോമ്പോണന്റ്സ് നിർമ്മിക്കുന്ന ടെക്നോളജി ഫോക്കസ്ഡ് കമ്പനിയായി വളർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബിസിനസ്സിൽ ശക്തമായ മാർക്കറ്റ് പൊസിഷനാണ് കമ്പനിക്ക് ഉള്ളത്. ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാനുഫാക്ചറർ കൂടിയാണ് പ്രിക്കോൾ. പക്ഷേ ഇനി കമ്പനിയുടെ ലക്ഷ്യം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പുതിയ പ്രൊഡക്ട്സ്, കപ്പാസിറ്റി എക്സ്പാൻഷൻ, ടെക്നോളജി പാർട്ണർഷിപ്സ്, ഡീമേർജർ എന്നിവയിലൂടെ അടുത്ത ഗ്രോത്ത് ഫേസിന് തയ്യാറെടുക്കുകയാണ് കമ്പനി. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രിക്കോളിന്റെ ഗ്രോത്ത് എത്രത്തോളം ശക്തമാക്കും? വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ആദ്യം കമ്പനിയുടെ ബിസിനസ് ഒന്ന് അടുത്തറിയാം. പ്രിക്കോളിന്റെ ബിസിനസ് പ്രധാനമായും 2 വെർട്ടിക്കൽസിലായാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തേത് ഡ്രൈവർ ഇൻഫർമേഷൻ ആൻഡ് കണക്റ്റഡ് വെഹിക്കിൾ സൊല്യൂഷൻ അഥവാ DI സീരീസ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പ്രൊഡക്ട്സ് ആണ് ഈ സെഗ്മെന്റിൽ പ്രധാനം. ഡ്രൈവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നൽകുന്നതിനൊപ്പം കണക്റ്റഡ് ടെക്നോളജീസ്, ഡിജിറ്റൽ കോക്പിറ്റ് തുടങ്ങിയ പുതിയ ഓട്ടോമോട്ടീവ് ടെക്നോളജീസിലേക്കും ഈ ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് പമ്പ്സ്, സ്വിച്ചസ്, സെൻസേഴ്സ്, ബ്രേക്കിംഗ് റിലേറ്റഡ് പ്രൊഡക്ട്സ് തുടങ്ങിയ വിവിധ ഓട്ടോമോട്ടീവ് കോമ്പോണന്റ്സ് നിർമ്മിക്കുന്ന ACFMS ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇനി പ്രിക്കോളിന്റെ ബിസിനസ് മോഡൽ നോക്കിയാൽ ഇവർ പ്രധാനമായും OEM ഫോക്കസ് ഓട്ടോ കോമ്പണന്റ് സപ്ലയർ ആയാണ് പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ ബിസിനസ്സിൽ ഏകദേശം 89% ഡൊമസ്റ്റിക് OEMs ആയുള്ള മാരുതി സുസുക്കി, TVS മോട്ടോർ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ നിന്നാണ് വരുന്നത്. എക്സ്പോർട്സ് ഏകദേശം 6%, ആഫ്റ്റർ മാർക്കറ്റ് ബിസിനസ് ഏകദേശം 5%. 2 വീലേഴ്സ്, 3 വീലേഴ്സ്, പാസഞ്ചർ വെഹിക്കിൾസ്, കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, ഓഫ് ഹൈവേ വെഹിക്കിൾസ് തുടങ്ങി വിവിധ സെഗ്മെന്റ്സിലായി 2000-ലധികം പ്രൊഡക്റ്റ് വേരിയന്റ്സ് കമ്പനി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി പ്രൊഡക്റ്റ് മിക്സ് നോക്കിയാൽ ഏകദേശം 70% വരുമാനം ഡാഷ്ബോർഡ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്നാണ് വരുന്നത്. പമ്പ്സ് ആൻഡ് മെക്കാനിക്കൽ പ്രൊഡക്ട്സ് ഏകദേശം 17% സംഭാവന ചെയ്യുമ്പോൾ ബാക്കി സ്വിച്ചസ്, സെൻസേഴ്സ് എന്നിവയിൽ നിന്നും, അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബിസിനസ് തന്നെയാണ് പ്രിക്കോളിന്റെ നിലവിലെ പ്രധാന റവന്യൂ കോൺട്രിബ്യൂട്ടർ. എന്നാൽ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ കൂടുതൽ ഹൈ വാല്യൂ ഓട്ടോമോട്ടീവ് കോമ്പോണന്റ്സിലേക്ക് കടക്കാനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത്. ബിസിനസ് സ്കെയിൽ നോക്കിയാലും പ്രിക്കോളിന് ശക്തമായ മാനുഫാക്ചറിംഗ് നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യയിൽ 14 മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ്, ഇന്തോനേഷ്യയിൽ 1 മാനുഫാക്ചറിംഗ് യൂണിറ്റ്, കൂടാതെ ദുബായ്, ടോക്കിയോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും കമ്പനിക്ക് ഡയറക്റ്റ് പ്രസൻസ് ഉണ്ട്. ഇതിനൊപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും പ്രിക്കോളിന്റെ പ്രധാന ശക്തികളിൽ ഒന്നാണ്. ഇനി പ്രിക്കോളിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂടി ഒന്ന് നോക്കാം. കഴിഞ്ഞ 3 വർഷത്തെ നമ്പേഴ്സ് നോക്കുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് വളരെ ശക്തമാണെന്ന് കാണാം. 2023 ഫിനാൻഷ്യൽ ഇയറിലെ 1959 കോടിയായിരുന്ന സെയിൽസ് 2024 ഫിനാൻഷ്യൽ ഇയറിൽ 2272 കോടിയും 2025-ൽ 2692 കോടിയുമായി ഉയർന്നു. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ 2026-ൽ സെയിൽസ് 4041 കോടിയായി, ഏകദേശം 50% ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത്. പ്രിക്കോളിന്റെ ഗ്രോത്ത് ഇപ്പോൾ വെറും ഗ്രാജുവൽ ഗ്രോത്ത് അല്ല എന്ന് പറയാം. ഗ്രോത്ത് റേറ്റ് തന്നെ ആക്സലറേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ്. പ്രോഫിറ്റിലും ഇതേ ട്രെൻഡാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ 141 കോടിയായിരുന്ന നെറ്റ് പ്രോഫിറ്റ് 2025 ഫിനാൻഷ്യൽ ഇയറിൽ 167 കോടിയും 2026 ഫിനാൻഷ്യൽ ഇയറിൽ 251 കോടിയുമായി. അതായത് 2026 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് ഏകദേശം 50% വളർന്നു. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് CAGR 23%, പ്രോഫിറ്റ് CAGR 40% എന്നത് മറ്റൊരു പോസിറ്റീവ് സിഗ്നലാണ്. അതായത് റവന്യൂ വളരുന്നതിനേക്കാൾ വേഗത്തിൽ പ്രോഫിറ്റ് വളരുന്നുണ്ട്. ക്യാപിറ്റൽ എഫിഷ്യൻസി നോക്കിയാലും ഇംപ്രൂവ്മെന്റ് വ്യക്തമാണ്. ROC 2024 ഫിനാൻഷ്യൽ ഇയറിലെ 25%-ൽ നിന്ന് 2025-ൽ 21%-മായി കുറഞ്ഞുവെങ്കിലും 2026 ഫിനാൻഷ്യൽ ഇയറിൽ വീണ്ടും 24%-മായി ഉയർന്നു. ROEയും 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 22%. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ ബോറോവിങ്സ് 379 കോടിയായി ഉയർന്നിട്ടുണ്ട്.
2025 ഇത് 279 കോടിയായിരുന്നു. അതേസമയം ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 61 ദിവസത്തിൽ നിന്ന് 51 ദിവസമായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് പോസിറ്റീവാണ്. അതിനാൽ സ്ട്രോങ് റവന്യൂ ഗ്രോത്ത്, ഫാസ്റ്റർ പ്രോഫിറ്റ് ഗ്രോത്ത്, ഇംപ്രൂവിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി എന്നിവ പ്രിക്കോളിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രോത്ത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുമെന്നും മാർജിൻസും വർക്കിംഗ് ക്യാപിറ്റലും എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുമാണ്. ഇനി പ്രിക്കോളിന്റെ മാർക്കറ്റ് പൊസിഷൻ അറിയാം. പ്രിക്കോളിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാർക്കറ്റിലെ ശക്തമായ മാർക്കറ്റ് പൊസിഷൻ തന്നെയാണ്. ഇന്ത്യയുടെ 2 വീലർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാർക്കറ്റിൽ ഏകദേശം 30 മുതൽ 35% വരെ വോളിയം ഷെയറുള്ള കമ്പനി ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ പ്ലെയറാണ്. കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, ഓഫ് ഹൈവേ വെഹിക്കിൾ സെഗ്മെന്റിലും കമ്പനിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഏകദേശം 2/3 ഷെയറും പ്രിക്കോളിനാണ്. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ കമ്പനിയുടെ ഷെയർ നിലവിൽ 8 മുതൽ 9% വരെയാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ വലിയൊരു വിഭാഗം വെഹിക്കിൾസിലും പ്രിക്കോളിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ലോങ് ടൈം OEM റിലേഷൻഷിപ്സ് ആണ് പ്രിക്കോളിന്റെ മികച്ച എൻട്രി ബാരിയർ നൽകുന്നത്. കാരണം ഒരു OEMന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പോലുള്ള ഒരു കോമ്പണന്റ് സപ്ലയറിനെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. ഡിസൈൻ വാലിഡേഷൻ, ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ, മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി എന്നിവയ്ക്കൊപ്പം വർഷങ്ങളുടെ സപ്ലൈ റിലേഷൻഷിപ്പ് കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ശക്തമായ കസ്റ്റമർ ബേസ് ഉള്ള പ്രിക്കോളിന് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ മാർക്കറ്റ് ലീഡർഷിപ്പ് മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവും കമ്പനിക്കുണ്ട്. കാരണം ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് പലരും പ്രിക്കോളിനേക്കാൾ വളരെ വലിയ സ്കെയിലിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്റർനാഷണൽ പ്ലേയേഴ്സിന് പ്രിക്കോളിന്റെ പല മടങ്ങ് വോളിയം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നും മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കെയിൽ നേടുന്നതിനൊപ്പം ടെക്നോളജി പാർട്ണർഷിപ്സ് കൂടി പ്രിക്കോളിന്റെ അടുത്ത ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ പ്രധാനമാവുകയാണ്. പ്രിക്കോളിന്റെ അടുത്ത നിർണായക നീക്കം എന്താണ് എന്ന് നോക്കിയാൽ കമ്പനി ഇപ്പോൾ ബിസിനസ് ഡീമേർജർ ചെയ്യാനുള്ള പദ്ധതിയിലാണ്. പ്രത്യേകിച്ച് ഡ്രൈവർ ഇൻഫർമേഷൻ ആൻഡ് കണക്റ്റഡ് വെഹിക്കിൾ സൊല്യൂഷൻസ് വളരെ വേഗത്തിലുള്ള ടെക്നോളജി മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ക്ലൈമറ്റ് കൺട്രോൾ, ഇൻഫർടൈൻമെന്റ്, ഡ്രൈവർ ഇൻഫർമേഷൻ, കണക്ടിവിറ്റി തുടങ്ങി കൂടുതൽ ഇന്റഗ്രേറ്റഡ് ആയി മാറുകയാണ് ഓട്ടോമോട്ടീവ് കോക്പിറ്റ്. ഈ മാറ്റത്തിനൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ DICBS ബിസിനസ്സിൽ വലിയ ഇൻവെസ്റ്റ്മെന്റും പുതിയ ടെക്നോളജി, മാർക്കറ്റ് പാർട്ണേഴ്സ് എന്നിവയും ആവശ്യമായി വരുമെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. എന്നാൽ നിലവിൽ ബിസിനസ് സ്ട്രക്ചറിൽ ഓരോ സെഗ്മെന്റിന്റെയും ക്യാപിറ്റൽ റിക്വയർമെന്റും ഇൻവെസ്റ്റ്മെന്റ് അപ്പിറ്റൈറ്റും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ്സിലേക്കും അനുയോജ്യമായ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഇവിടെയാണ് ഡീമെർജറിന്റെ പ്രാധാന്യം. ഓരോ ബിസിനസിനും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുക, ആവശ്യമായ ക്യാപിറ്റൽ സമാഹരിക്കുക, ടെക്നോളജി പാർട്ട്നേഴ്സിനെ കൊണ്ടുവരിക, സ്വന്തം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ സ്വതന്ത്രമായി പിന്തുടരുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. മാനേജ്മെന്റിന്റെ കണക്കനുസരിച്ച് ഡീമർജർ പ്രോസസ്സ് പൂർത്തിയാകാൻ കുറഞ്ഞത് 4 ക്വാർട്ടേഴ്സ് എങ്കിലും എടുക്കാം. റെഗുലേറ്ററി അപ്രൂവൽസ് അനുസരിച്ച് ഇതിലും കൂടുതൽ സമയം വേണ്ടിവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് മാത്രമല്ല ഈ ഡീമർജർ എത്രത്തോളം വിജയകരമായി നടപ്പിലാക്കുന്നു എന്നതും പ്രധാനമായി ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പ്രിക്കോളിന്റെ എക്സ്പാൻഷൻ പ്ലാൻസ് കൂടി നോക്കാം. ബിസിനസ് റീസ്ട്രക്ചറിങ്ങിനൊപ്പം കപ്പാസിറ്റി എക്സ്പാൻഷനിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി നടത്തുന്നത്. അടുത്ത 18 മുതൽ 24 മാസത്തിനുള്ളിൽ ഏകദേശം 700 കോടി കാപെക്സ് ആണ് കമ്പനി പദ്ധതിയിടുന്നത്. ഇതിൽ ഏകദേശം 400 കോടി പോളിമർ ബിസിനസ്സിലേക്കും ബാക്കി DICBS, ACFMS വെർട്ടിക്കൽസിലേക്കുമാണ് കമ്പനി നിക്ഷേപിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പോളിമർ ബിസിനസിന്റെ ഇപ്പോഴത്തെ ലിമിറ്റേഷൻ ഡിമാൻഡ് അല്ല, കപ്പാസിറ്റി ആണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. നിലവിൽ ഏകദേശം 1000 കോടി ടേൺ ഓവർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പോളിമർ കപ്പാസിറ്റി ഈ എക്സ്പാൻഷൻ പൂർത്തീകരിക്കുന്നതോടെ ഏകദേശം 2000 കോടി വരെ ഉയർത്താനാണ് ലക്ഷ്യം. ടെക്നോളജി ഭാഗത്തും കമ്പനി കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. ഇതിനൊപ്പം സ്വിച്ചസ്, ഡിസ്ക് ബ്രേക്സ് തുടങ്ങിയ പുതിയ ഓട്ടോമോട്ടീവ് പ്രൊഡക്ട്സിലേക്കും പ്രിക്കോൾ കടക്കുകയാണ്. ഈ പ്രൊഡക്ട്സിന്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ 2028 ഫിനാൻഷ്യൽ ഇയർ മുതൽ കൂടുതൽ ഉയരുമെന്നാണ് മാനേജ്മെന്റിന്റെ എക്സ്പെക്ടേഷൻ. എക്സ്പോർട്ട് ബിസിനസ്സിലും പുതിയ അവസരങ്ങൾ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്കൻ മാർക്കറ്റ്സിലേക്ക് പ്രസൻസ് വർദ്ധിപ്പിക്കാനാണ് കമ്പനിയുടെ ശ്രമം. ഇനി പ്രിക്കോളിനെ ഓട്ടോ കോമ്പണന്റ് സെക്ടറിലെ മറ്റ് കമ്പനികളുമായി ഒന്ന് കമ്പയർ ചെയ്യാം. യൂണോമിൻഡ, ബോഷ് ഇന്ത്യ, ഭാരത് ഫോർജ്, ഷാഫ്ലർ ഇന്ത്യ, സോന BLW പ്രിസിഷൻ, സംവർധന മദേഴ്സൺ തുടങ്ങിയ പ്രമുഖ കമ്പനികളോടൊപ്പമാണ് പ്രിക്കോൾ മത്സരിക്കുന്നത്. എന്നാൽ ഇവരിൽ പലരും ഡൈവേഴ്സിഫൈഡ് ഓട്ടോ കോമ്പണന്റ് ബിസിനസ്സിൽ പ്രവർത്തിക്കുമ്പോൾ പ്രിക്കോളിന്റെ ശക്തി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സ്, വെഹിക്കിൾ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്നിവയാണ്. പ്രത്യേകിച്ച് 2 വീലർ സെഗ്മെന്റിൽ കമ്പനിക്ക് ശക്തമായ മാർക്കറ്റ് പൊസിഷനുണ്ട്.
ഇപ്പോൾ ഈ അടിത്തറ ഉപയോഗിച്ച് പമ്പ്സ്, സ്വിച്ചസ്, ബ്രേക്കിംഗ് പ്രൊഡക്ട്സ്, കണക്റ്റഡ് ടെക്നോളജീസ്, പോളിമർ പ്രൊഡക്ട്സ് തുടങ്ങി കൂടുതൽ ഹൈ വാല്യൂ കോമ്പോണന്റ്സിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനാണ് പ്രിക്കോളിന്റെ ശ്രമം. ഇനി വാല്യുവേഷൻ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിലവിൽ സ്റ്റോക്ക് ഏകദേശം 35 മുതൽ 36 ടൈംസ് ഏർണിംഗ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ ആവറേജ് പി ഏകദേശം 30 ടൈംസ് ആണ്. അതായത് മാർക്കറ്റ് പ്രിക്കോളിന് ഒരു പ്രീമിയം വാല്യുവേഷൻ ഇതിനകം നൽകുന്നുണ്ട്. ഈ പ്രീമിയം വാല്യുവേഷൻ നിലനിർത്താൻ നിലവിലെ ഗ്രോത്ത് മൊമെന്റവും എക്സ്പാൻഷൻ പ്ലാൻസും സ്ഥിരതയാർന്ന ഏർണിംഗ്സ് ഗ്രോത്തായി മാറേണ്ടത് നിർണായകമാണ്. ഇനി പ്രിക്കോളിന്റെ പ്രധാന സ്ട്രെങ്ത്സ്, അതോടൊപ്പം നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട റിസ്കുകൾ കൂടി നോക്കാം. ആദ്യം സ്ട്രെങ്ത്സ് നോക്കിയാൽ 2 വീലർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാർക്കറ്റിലെ ശക്തമായ ലീഡർഷിപ്പ് പൊസിഷൻ തന്നെയാണ് പ്രധാന നേട്ടം. അതോടൊപ്പം പ്രമുഖ OEMസുമായുള്ള വർഷങ്ങളായുള്ള കസ്റ്റമർ റിലേഷൻഷിപ്സ് കമ്പനിക്ക് ശക്തമായ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും നൽകുന്നുണ്ട്. റവന്യൂവും പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വേഗത്തിലായിട്ടുമുണ്ട്. റിട്ടേൺ റേഷ്യോസും ശ്രദ്ധേയമാണ്. ROC ഏകദേശം 24.5%, ROE ഏകദേശം 21.8%. ഇതിനൊപ്പം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സിൽ മാത്രം ഒതുങ്ങാതെ പുതിയ പ്രൊഡക്റ്റ് കാറ്റഗറീസിലേക്ക് ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതും പ്രധാന പോസിറ്റീവാണ്. അതേസമയം ചില റിസ്കുകൾ കൂടി ശ്രദ്ധിക്കണം. പ്രിക്കോളിന്റെ ബിസിനസ് ഇപ്പോഴും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെയും OEM പ്രൊഡക്ഷൻ സൈക്കിൾസിന്റെയും പ്രകടനവുമായി അടുത്ത് ബന്ധപ്പെട്ടതാണ്. കമ്മോഡിറ്റി പ്രൈസസ്, ഫ്രൈറ്റ് കോസ്റ്റ്, കറൻസി മൂവ്മെന്റ്സ് എന്നിവയിലെ മാറ്റങ്ങളും മാർജിൻസിനെ ബാധിക്കാം. അതോടൊപ്പം ഇന്റർനാഷണൽ കോമ്പറ്റീറ്റേഴ്സ് വളരെ വലിയ സ്കെയിലിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ പ്രൈസിംഗ്, കോസ്റ്റ് കോമ്പറ്റീറ്റീവ്നെസ് എന്നിവയിലും പ്രിക്കോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. കൂടാതെ പ്രപ്പോസ്ഡ് ഡീമേർജറും ഒരു എക്സിക്യൂഷൻ റിസ്ക് ആണ്. പ്രോസസ്സ് സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഓരോ ബിസിനസ്സിനും പ്രതീക്ഷിച്ച രീതിയിൽ വളരാനും കഴിയണം. അവസാനമായി ഏകദേശം 700 കോടി വരുന്ന വലിയ ക്യാപെക്സ് പ്രോഗ്രാം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ഫെസിലിറ്റീസ് പ്രവർത്തനക്ഷമമാകുമ്പോൾ ഈ ക്യാപിറ്റൽ എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിച്ച് റവന്യൂവും പ്രോഫിറ്റബിലിറ്റിയും ഉയർത്താൻ കഴിയുന്നു എന്നതും നിർണായകമാണ്. അപ്പോൾ പ്രിക്കോളിന്റെ അടുത്ത ഗ്രോത്ത് സ്റ്റോറിയിൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പ്രിക്കോളിനെ ഇനി ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാനുഫാക്ചറർ എന്ന നിലയിൽ മാത്രം കാണാനാകില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബിസിനസ്സിലെ ശക്തമായ മാർക്കറ്റ് പൊസിഷൻ, പ്രമുഖ OEMസുമായുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ്, മികച്ച റിട്ടേൺ റേഷ്യോസ് എന്നിവ കമ്പനിക്ക് ഒരു ശക്തമായ ബേസ് നൽകുന്നുണ്ട്. പക്ഷേ അടുത്ത ഗ്രോത്ത് ഫേസ് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സിലേക്കാണ്. ന്യൂ പ്രൊഡക്ട്സ്, പോളിമർ കപ്പാസിറ്റി എക്സ്പാൻഷൻ, കണക്റ്റഡ് വെഹിക്കിൾ ടെക്നോളജീസ്, സ്വിച്ചസ്, ബ്രേക്കിംഗ് പ്രൊഡക്ട്സ്, എക്സ്പോർട്സ്, ടെക്നോളജി പാർട്ണർഷിപ്സ് എന്നിവ വരും വർഷങ്ങളിൽ കമ്പനിയുടെ റവന്യൂ മിക്സ് തന്നെ മാറ്റാനുള്ള സാധ്യതയുള്ള മേഖലകളാണ്. ഇതിനൊപ്പം പ്രപ്പോസ്ഡ് ഡീമേർജർ പൂർത്തിയായാൽ ഓരോ ബിസിനസ്സിനും ആവശ്യമായ ക്യാപിറ്റൽ സമാഹരിക്കാനും ടെക്നോളജി പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാനും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ലോങ് ടേമിൽ കലണ്ടർ ഇയർ 2030 അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2031 ഏകദേശം 8,000 കോടി വരുമാനം നേടുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇതിൽ പ്രധാനമായും ഓർഗാനിക് ഗ്രോത്തിനൊപ്പം ചില ഇനോർഗാനിക് ഓപ്പർച്യൂണിറ്റീസും ഉൾപ്പെടും. എന്നാൽ ഈ ടാർഗറ്റ് കൈവരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സിക്യൂഷൻ തന്നെയാണ്. അതിനാൽ ഇനി ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, ഇപ്പോഴത്തെ മാർജിൻ പ്രഷർ എത്ര വേഗത്തിൽ മാറുന്നു എന്ന്. 2, ഏകദേശം 700 കോടി വരുന്ന ക്യാപെക്സ് എത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുന്നു എന്നത്. പ്രപ്പോസ്ഡ് ഡീമേർജർ എത്രത്തോളം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നതും പ്രധാനമാണ്. ഈ പ്ലാൻസ് പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോയാൽ ശക്തമായ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബിസിനസ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ഓട്ടോമോട്ടീവ് ടെക്നോളജി ആൻഡ് കോമ്പോണന്റ് പ്ലാറ്റ്ഫോമായി പ്രിക്കോൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഓർക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറിനെ സമീപിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു സ്റ്റോക്കുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.